നമസ്കാരം. ഏവർക്കും ഓണാശംസ. ചിങ്ങമാസം പ്രതിനിധിക്കുകയാണ്, ഓണക്കാലം. അടുത്തു വരുന്ന കന്നിമാസവും തുലാമാസവും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ ഇനി ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാളാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആഘോഷ കലണ്ടറിന്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് ഓണത്തോടു കൂടിയായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ആഘോഷങ്ങളും ആചാരങ്ങളുമുണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും. ആറന്മുളയിൽ തിരുവോണ വള്ളസദ്യയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ഉണ്ടെങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം തിരുവോണ വള്ളസദ്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളിയുടെയും വള്ളസദ്യയുടെയും ചരിത്രവും ഐതിഹ്യവുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പമ്പാ നദി. വലുപ്പം കൊണ്ട് കേരളത്തിലെ നദികളിൽ 3-ാം സ്ഥാനമാണ് പമ്പാ നദിക്കുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷൻ എന്നറിയപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ എന്നിവ ആണ്ടുതോറും നടക്കുന്നത് ഈ നദിയുടെ മണൽപ്പരപ്പിലാണ്. ഒരു നൂറ്റാണ്ടിന് മേലെയാണ് ഈ രണ്ട് കൂട്ടായ്മകളുടെയും പഴക്കം. മതസൗഹാർദ്ദത്തിന്റെ അമൃത് സിരകളിൽ വഹിച്ചുകൊണ്ടൊഴുകുന്ന പമ്പാ നദിക്ക് ദക്ഷിണ ഭഗീരഥി എന്നൊരു പേര് കൂടിയുണ്ട്. വിവിധ മതസ്ഥരുടെ നിരവധി പ്രമുഖ ആരാധനാലയങ്ങൾ ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിലെ പഴക്കം ചെന്ന അമ്പലങ്ങളിൽ ഒന്നാണിത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ പേരുകേട്ട 5 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കേരളത്തിൽ ഏറ്റവും വലിയ കൃഷ്ണ വിഗ്രഹമുള്ളതും ആറന്മുളയിൽ. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് അർജുനന് മുമ്പിൽ പ്രത്യക്ഷമായ വിരാട രൂപത്തിലാണ് ഇവിടെ ഭഗവാൻ ഉള്ളതെന്നാണ് വിശ്വാസം. ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയുടെ പെരുമയുള്ളതാണ് ആറന്മുള വള്ളംകളി. കാരണം ആറന്മുള ജലോത്സവത്തിന്റെ ഐതിഹ്യത്തിന് 1000-ഓളം ആണ്ടിന്റെ പാരമ്പര്യമാണ് ഉള്ളത്. ഇതേപ്പറ്റി ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിൽ പറയുന്നത് ഇങ്ങനെയാണ്. കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിനടുത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന മങ്ങാട്ട് ഇല്ലം അന്ന് ചെങ്ങന്നൂരിലെ കാട്ടൂർ എന്ന പ്രദേശത്തായി. ആ ഇല്ലത്തുള്ളവർ ഒരു ബ്രഹ്മചാരിക്ക് ഭക്ഷണം കൊടുത്തല്ലാതെ തിരുവോണ നാളിൽ ഊണ് കഴിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു തിരുവോണത്തിന് കുറേയേറെ വൈകിയാണ് ഒരു ബ്രഹ്മചാരി ഇല്ലത്തെത്തുന്നത്. അതുവരെ അവർ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. യഥാവിധി അദ്ദേഹത്തെ പരിചരിച്ച് ഭക്ഷണം കൊടുത്ത് അടുത്ത ഓണത്തിനും ഇല്ലത്ത് വരണം എന്ന് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ മങ്ങാട്ട് ഭട്ടതിരിക്ക് ആ ബ്രഹ്മചാരി സ്വപ്നത്തിൽ വരികയും ഇനി മുതൽ എല്ലാ ഓണത്തിനും ആറന്മുളയിൽ താൻ ഇരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടുന്നത് എത്തിക്കാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ വർഷം മുതൽ മങ്ങാട്ട് ഭട്ടതിരി ഭഗവാന് സദ്യക്ക് വേണ്ടുന്നതെല്ലാം ഒരു വഞ്ചിയിലാക്കി ഉത്രാട നാളിൽ അത്താഴം കഴിഞ്ഞ് പമ്പാ നദിയിലൂടെ ആറന്മുളയ്ക്ക് പുറപ്പെട്ടു തുടങ്ങി. മാരാമൺ എന്ന സ്ഥലത്ത് പറപ്പുഴ എന്ന ക്രൈസ്തവ വീട്ടിൽ നിന്നുള്ള ഒരു ചെറിയ തോണിയാണ് ഇതിനായി ഭട്ടതിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തിരുവോണത്തോണി എന്ന് അതിന് പേരായി. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ഭട്ടതിരിയെ കള്ളന്മാർ ആക്രമിച്ചു. അയിരൂർ കരയിലെ ആളുകൾ ചുണ്ടൻ വള്ളങ്ങളിലെത്തി കൊള്ളക്കാരെ തുരത്തുകയുണ്ടായി. അതിൽ പിന്നെ വിവിധ കരക്കാർ ചുണ്ടൻ വള്ളങ്ങളിൽ തിരുവോണത്തോണിക്ക് അകമ്പടി പോകാനും തുടങ്ങി. കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെ നീളുന്ന 52 കരക്കാർ ഇതിൽപ്പെടുന്നു. ഇതിന്റെ സ്മരണ പുതുക്കുന്നതാണ് ആറന്മുള വള്ളംകളി. എന്നാൽ സാധാരണ നമ്മൾ കാണുന്ന തരം ചുണ്ടൻ വള്ളമല്ല ആറന്മുളയിലേത്. ആകൃതിയിലും വലുപ്പത്തിലും ഇവ രണ്ടും വ്യത്യാസമാണ്. ആറന്മുളയിൽ കാണുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് പറയാറ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പള്ളിയോടങ്ങൾ ചുണ്ടൻ വള്ളമാണ്. എന്നാൽ എല്ലാ ചുണ്ടൻ വള്ളവും പള്ളിയോടമല്ല. പള്ളിയോടത്തെ പറ്റി പറയും മുമ്പ് ചുണ്ടൻ വള്ളങ്ങളുടെ ചരിത്രം ഒന്ന് പറയേണ്ടതുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ചെമ്പകശ്ശേരി രാജാവായിരുന്ന ദേവനാരായണൻ കായംകുളത്തിനും ചെമ്പകശ്ശേരിക്കും ഇടയിലുള്ള യുദ്ധത്തിൽ ആണ് ചുണ്ടൻ വള്ളങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്നാണ് ചരിത്രം. അവയുടെ നീളവും ആകൃതിയും ജലമാർഗമുള്ള യുദ്ധത്തിൽ വളരെ ഫലപ്രദമായിരുന്നു. 100 മുതൽ 150 പേരോളം സൈനികർ ഈ വള്ളങ്ങളിൽ ഉണ്ടാവും. തന്നെയുമല്ല, ഉയരം കൂടിയ അമരമുള്ളതുകൊണ്ട് ശത്രുക്കളെ ദൂരത്തു നിന്ന് തന്നെ കാണാനും സാധിക്കും. യുദ്ധത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന ഈ വള്ളങ്ങൾ സമാധാന കാലങ്ങളിൽ അഭിമാനത്തിന്റെയും കായിക വിനോദത്തിന്റെയും ഭാഗമാവുകയായിരുന്നു. ഉപവേദമായ സ്ഥാപത്യവേദത്തിൽ പറഞ്ഞിരിക്കുന്ന തോതുകളും അളവുകളുമാണ് ചുണ്ടൻ വള്ളങ്ങൾ നിർമ്മിക്കാൻ ആധാരമാക്കിയിരിക്കുന്നത്. പള്ളിയോടങ്ങൾ പക്ഷേ സാധാരണ ചുണ്ടനെ അപേക്ഷിച്ച് അല്പം മാറ്റമുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പള്ളിയോടത്തിന് രൂപഘടന കൽപ്പിച്ചു കൊടുത്തത് എന്നാണ് വിശ്വാസം. ആഞ്ഞിലി മരമാണ് പള്ളിയോടം പണിയാൻ ഉപയോഗിക്കുക. 100 മുതൽ 120 അടി വരെയാണ് ഇവയുടെ നീളം. അമരത്തിന് 20 അടിയോളം ഉയരമുള്ള പള്ളിയോടങ്ങളുടെ മധ്യഭാഗം മാത്രമാണ് വെള്ളത്തിൽ തൊട്ടു നിൽക്കുക. മൊത്തം നീളത്തിന്റെ ഏതാണ്ട് 1/3 ഭാഗം മാത്രം. എന്നാൽ ചുണ്ടൻ വള്ളത്തിന്റെ കിടപ്പ് അങ്ങനെയല്ല.
പള്ളിയോടത്തിന്റെ അമരത്തുള്ള 9 കുമിളുകൾ നവഗ്രഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. പള്ളിയോടത്തിന്റെ 64 തുഴക്കാർ 64 കലകളെയും 4 അമരക്കാർ 4 വേദങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. പള്ളിയോടത്തിന്റെ രൂപം ഭഗവാൻ വിഷ്ണു ശയിക്കുന്ന അനന്തൻ എന്ന നാഗത്തെയും ഭഗവാൻ വിഷ്ണുവിന്റെ അനന്തശയനത്തെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ തന്നെ വ്രതശുദ്ധിയോടെയും അത്യന്തം ആദരവോടെയും മാത്രമേ പള്ളിയോടങ്ങളോട് ഇടപെടാറുള്ളൂ. ക്ഷേത്രോത്സവത്തിൽ ദേവന്റെ പള്ളിയോടം എത്തുന്ന സമയത്ത് ഭക്തർക്ക് കൂട്ടായി ഭക്ഷണം വിളമ്പണം എന്നൊരു ആചാരം നിലനിന്നിരുന്നു. ഇതാണ് പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയുടെ തുടക്കം എന്ന് കരുതപ്പെടുന്നു. തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചിരുന്ന വള്ളങ്ങളിലെ ആളുകൾക്ക് ആഹാരം കൊടുത്തു തുടങ്ങിയതാവാം വള്ളസദ്യ എന്നും, കാലക്രമേണ ഇത് ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവർക്കും വിളമ്പുന്ന രീതി വന്നതാണെന്നും വള്ളസദ്യക്ക് ഒരു ചരിത്രമുണ്ടെന്നും പറയപ്പെടുന്നു. അഭീഷ്ടസിദ്ധിക്കായി ഇന്ന് വള്ളസദ്യ വഴിപാടായി നടത്തപ്പെടുന്നു. രുചിയുടെ പെരുമ കൊണ്ടും പങ്കെടുക്കുന്ന ഭക്തരുടെ ആധിക്യം കൊണ്ടും എണ്ണം കൊണ്ടും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഭക്ഷണ മാമാങ്കമാകാം ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ. ഏതാണ്ട് 2 ലക്ഷത്തോളം പേർ ഓണക്കാലം ഉൾപ്പെടുന്ന കുറഞ്ഞ കാലയളവിൽ ആറന്മുള ക്ഷേത്രത്തിൽ എത്തുന്നു എന്നാണ് കരുതപ്പെടുന്നത്. തിരുവോണത്തോണിക്ക് അകമ്പടിയായെത്തുന്ന പള്ളിയോടങ്ങൾക്കായി വഴിപാടെന്ന രീതിയിലാണ് ഓരോ ദിനവും വള്ളസദ്യ നടത്തുന്നത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറവറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഒരു പറ ദേവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ശ്രീകോവിലിൽ നിന്ന് പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പാക്കുമായി അതത് പള്ളിയോട കടവിലെത്തി പള്ളിയോടത്തെ ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കണം. വഞ്ചിപ്പാട്ടുകൾ പാടി ക്ഷേത്രത്തിലെത്തുന്ന ഈ പള്ളിയോടത്തെ അഷ്ടമംഗല്യം, താലപ്പൊലി, മുത്തുക്കുട, വാദ്യമേളങ്ങൾ എന്നിവയോടെ സ്വീകരിക്കും. തുടർന്ന് വള്ളക്കാർ വഞ്ചിപ്പാട്ടോടെ കൊടിമരച്ചുവട്ടിൽ പറയിട്ട സ്ഥലത്ത് എത്തും. തുടർന്ന് മുത്തുകുടയും തുഴയും ദേവന് നടക്കൽ വയ്ക്കും. ഇതിനുശേഷമാണ് വള്ളക്കാർക്ക് ഊട്ടുപുരയിൽ സദ്യ. തുഴക്കാർ വഞ്ചിപ്പാട്ടിലൂടെ ആയിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക. ചോദിക്കുന്ന വിഭവങ്ങളെല്ലാം ഇല്ല എന്ന് പറയാതെ വിളമ്പണം എന്നാണ് ചടങ്ങ്. കരിമ്പ്, കൽക്കണ്ടം, ഉണ്ണിയപ്പം, എള്ളുണ്ട എന്നിവ തുടങ്ങി 63 ഇനം വിഭവങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറന്മുള വള്ളസദ്യ. സദ്യയ്ക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ വെച്ച് വള്ളക്കാർ വഴിപാടുകാരന്റെ ആഗ്രഹങ്ങൾ ഭഗവാൻ നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുക. ഈ വള്ളംകളിയുടെ ഐതിഹ്യ പെരുമയും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് 1972 മുതലാണ് കേരള സർക്കാർ ആറന്മുള വള്ളംകളിയെ സംസ്ഥാനത്തിന്റെ ഉത്സവ പട്ടികയിൽ സ്ഥാനം കൊടുക്കുന്നത്. എ, ബി ഗ്രൂപ്പുകളിലായി 52 പള്ളിയോടങ്ങൾ വരെ ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം 49 പള്ളിയോടങ്ങളാണ് വള്ളംകളിയിൽ പങ്കെടുത്തത്. ആറന്മുളയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച ചടങ്ങുകളെല്ലാം ലോകോത്തരമാണെങ്കിലും ലോകപ്രസിദ്ധമാണെങ്കിലും ഈ ചടങ്ങുകൾ നടത്തുന്നതിലെ ഭക്തി പഴയ കാലത്തെ പോലെ ഇന്നില്ല എന്ന് പരിതപിക്കുന്ന നാട്ടുകാരും വിശ്വാസികളുമുണ്ട്.
ചടങ്ങിന്റെ ഭക്തിയും ആചാരമര്യാദകളും അതിന്റെ പാരമ്പര്യവുമെല്ലാം വ്യാവസായികവൽക്കരിക്കപ്പെട്ടു എന്ന് ഇവർ പറയും. KP ശ്രീരംഗനാഥൻ എഴുതിയ ആറന്മുള ഐതിഹ്യവും ചരിത്ര സത്യങ്ങളും എന്ന പുസ്തകത്തിൽ ഈ ആചാരങ്ങളും അതിന്റെ വിശ്വാസങ്ങളും തനത് രൂപത്തിൽ പിന്നെടുക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആറന്മുളയെ സംബന്ധിച്ച് ഐതിഹ്യവും ചരിത്രവും തമ്മിൽ ഇഴപിരിക്കാനാവാത്ത വിധം കെട്ടുപിണഞ്ഞിടക്കും. അതിനാൽ തന്നെ അവയെ വേർതിരിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യവുമാണ്. ഇതിൽ ഏത് കഥയാണ് വിശ്വസിക്കേണ്ടത്, ഏത് ഐതിഹ്യമാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടം. ഏതായാലും ആറന്മുളയുടെ പ്രശസ്തി നാൾതോറും വർദ്ധിച്ചു വരികയാണെന്നുള്ളത് ഒരു വാസ്തവമാണ്. ഭൗമസൂചിക പദവി നേടിയ ആറന്മുള കണ്ണാടിയും ആറന്മുള വള്ളസദ്യയും ഇതിനുദാഹരണവുമാണ്. ഏവർക്കും നന്മയും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.